Hi, hello everyone, welcome to my YouTube channel. ഹലോ ആക്ച്വലി എനിക്കിന്ന് എയർപോർട്ട് സ്റ്റാൻഡ് ബൈ ആണ് ഡ്യൂട്ടി. ടൈമിങ് അറൗണ്ട് ഒരു 4:45 ആ ഒരു സംതിങ് ടൈമിലാണ്. അപ്പോൾ എനിക്കിന്ന് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് എയർപോർട്ട് സ്റ്റാൻഡ് ബൈ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. ആക്ച്വലി ഇത് ഗുഡ് മോർണിംഗ് ഒന്നുമല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഒരു 12 മണിക്ക് എണീക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ എൻ്റെ മഞ്ഞപ്പനെയൊക്കെ തട്ടി താഴെ കളഞ്ഞ് എണീക്കുകയാണ്. ഒരു താല്പര്യമില്ല കേട്ടോ എനിക്ക് എണീക്കാനായിട്ട്. എയർപോർട്ട് സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞല്ലോ, എയർപോർട്ട് സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടൈം തന്നെയാണ്. അതായത് നമ്മൾ ഹോസ്റ്റലിൽ ടൈമിംഗ് അപ്ഡേറ്റ് ആവും. ആ സമയത്ത് നമ്മൾ എയർപോർട്ടിൽ റെഡി ആവണം. ഫ്ലൈറ്റിന് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ റെഡി ആവണം. എന്തെങ്കിലും എമർജൻസി സാഹചര്യത്തിലോ ഏതെങ്കിലും ക്രൂവിന് വരാണ്ടിരുന്നാലോ എന്തെങ്കിലും ഇതിൽ നമ്മളെ പുൾ ഔട്ട് ചെയ്യും. സോ നമുക്ക് ആ ഫ്ലൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് കേട്ടോ എയർപോർട്ട് സ്റ്റാൻഡ് ബൈ. ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നീട്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പഠിച്ചു വരുന്നതല്ലേ കേട്ടോ, എനിക്ക് അങ്ങനെ അറിയത്തതൊന്നുമില്ല. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഫസ്റ്റ് വീഡിയോന്ന് കുറേ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈറ്റിംഗ്, സൗണ്ട്, അങ്ങനെ കുറേ വോയിസ് ഓവർ, അങ്ങനെ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച്, എനിക്ക് ആക്ച്വലി പഴയ സിനിമയൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിനിമ തിരഞ്ഞു പിടിച്ച് കാണുകയാണ്. പിന്നെ ബാഗൊക്കെ ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. ആക്ച്വലി എയർപോർട്ട് സ്റ്റാൻഡ് ബൈ ആണെന്ന് പറഞ്ഞാലും ബാഗിലെല്ലാം പ്രോപ്പറായിട്ടുണ്ടാവണം. സാധാരണ ഏത് സമയത്തും ഫ്ലൈറ്റിന് പോകേണ്ടി വരും, അതെല്ലാം ഓക്കെ ആയിരിക്കണം. സോ ഞാൻ എൻ്റെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നെ നിങ്ങളെ കാണിക്കാം. സോ ബാഗിലെല്ലാം ഏകദേശം ഓക്കെയാണ്. എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം ഉറപ്പാക്കി ഞാൻ വീണ്ടും ബാഗ് അടച്ച് പൂട്ടി വെച്ചു. സോ പോകാനായിട്ട് റെഡിയാണ്. അങ്ങനെ ഞാൻ ബാഗൊക്കെ തിരിച്ചെടുത്ത് വെച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു ഒന്നും കഴിക്കാണ്ട് പോവാം, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. പിന്നെ ഞാൻ ആലോചിച്ച് പട്ടിഷോ കാണിച്ച് പോയിട്ടൊരു കാര്യവുമില്ല, വയറ് നല്ലോണം കത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ കരുതി ഒരു മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന്. ഞാൻ ആക്ച്വലി മാഗി പേഴ്സണൊന്നും അല്ല കേട്ടോ. എനിക്ക് മാഗി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. എനിക്ക് നല്ല നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. അത് കഴിച്ചാലേ എൻ്റെ വയറ് നിറയത്തതും ഉള്ളൂ. പക്ഷേ ഗതികേട് കൊണ്ട് മാഗിയാണ് ഉള്ളത് കൊണ്ടും കുക്ക് ചെയ്യാൻ നല്ല മടിയായതുകൊണ്ടും ഇന്ന് ഞാൻ മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വലിയ വിശാലമായിട്ടൊന്നും ഉണ്ടാക്കണില്ല. വെള്ളം തിളപ്പിച്ചു, മാഗി ഒഴിച്ചു, മാഗി മസാല ഇട്ടു, അത് തന്നെ. അങ്ങനെ കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ ആയി. അത് പിന്നെ ആവശ്യമാണല്ലോ. അതൊക്കെ കഴിഞ്ഞത് ഇൻഡോമിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇൻഡോമി. ലൈക്ക് നോർമൽ മാഗി മസാലയെക്കാട്ടിൽ മസാല ഒന്നും കൂടുതലായിട്ടില്ല. സോ എനിക്ക് അത്ര വലിയ മസാല ഒന്നും ഇഷ്ടമില്ല. സോ ഞാനിതാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ മാഗി എന്ന് പറയുമ്പം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഞാനും എൻ്റെ ചേട്ടനുമായിട്ട് മാഗിയൊക്കെ വീതം വെച്ച് കഴിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ മാഗി മാഗി കഴിക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ മാഗി റെഡിയാണ് ഏകദേശം. ഇനി എൻ്റെ ഈ കൈ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു കയ്യിൽ നെയിൽ പോളിഷ് പൂർണ്ണമായിട്ട് ഞാൻ ചുരണ്ടി കളഞ്ഞതാണ്. ഇനി പോകുന്നതിന് മുമ്പ് ഇതെല്ലാം റെഡി ആവണം. അങ്ങനെ ഞാൻ കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞു. ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ്, മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. യൂണിഫോം ഇടുന്നതിന് മുമ്പ് വരെ എൻ്റെ തല, എൻ്റെ മുഖം, എൻ്റെ കാല്, യൂണിഫോമിലുള്ളത് ഒന്നും എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ പോളിസി നല്ല സ്ട്രിക്റ്റ് ആണ്. സോ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ക്യാബെത്തി, ഞാൻ ക്യാബിൽ കയറി. ചേട്ടൻ വൈദിസ് കൊലവറി സോങ്ങൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ കൂടെ ചില്ലടിക്കുന്നുണ്ട്. സോ ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനത്തെ എയർപോർട്ട് എത്തി. അങ്ങനെ എയർപോർട്ടിലെത്തിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. BA ഒക്കെ ചെയ്യണം, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. BA ഒക്കെ കഴിഞ്ഞാൽ നേരെ വ്യൂയിങ് ഗാലറിയിൽ എത്തി. ഫുഡ് തുടങ്ങി. BA ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്രൂ ആണ് ഇന്ന് എയർപോർട്ട് സ്റ്റാൻഡ് ബൈക്ക് എൻ്റെ കൂടെ ഉള്ളതെന്ന് അറിഞ്ഞത്. ഞാൻ അവളെ വിളിച്ചു. അവളുടെ കൂടെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഈ ഒരു ഡെസ്ക് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് ആദ്യം വർക്ക് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ജോബ് ഇവിടെയായിരുന്നു. ഒരു 5000 രൂപ സാലറിയിലായിരുന്നു ഞാനിവിടെ വർക്ക് ചെയ്തത്. അങ്ങനെ അവളെയും കൂട്ടി ഞാൻ താഴോട്ടൊക്കെ പോയി. അങ്ങനെ ഈ ഒരു ഹെൽപ്പ് ഡെസ്ക്, അറൈവൽ ഹെൽപ്പ് ഡെസ്ക്, ഇവിടെ ഞാൻ കുറേ ഇരുന്നിട്ടുണ്ട്. കുറേ പാസഞ്ചേഴ്സ് ഞാൻ കോള് വിളിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ഞാൻ. ഇതാണ് നമ്മുടെ CSFൻ്റെ പട്ടിക്കുഞ്ഞ്. നല്ല രസമാണ് കേട്ടോ നമ്മുടെ ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാൻ. ഇതാണ് നമ്മുടെ ബിസിനസ് ജെറ്റ് ടെർമിനൽ. അതിനുശേഷം എയറോ ലോഞ്ച് ഉണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നേരെ നടക്കുകയാണ്.
എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം കേട്ടോ. ഇന്ന് ഞാൻ കുറേ ഇൻഡിഗോ സ്റ്റാഫിനെ, എൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കുറേ പേരെ കണ്ടു, അവരോടൊക്കെ സംസാരിക്കാൻ പറ്റി. അങ്ങനെ കുറേ സന്തോഷമായി എനിക്ക്. ഇതാ ഇവിടെ നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ. എന്നിട്ട് അവിടെ ഇതാണ് നമ്മുടെ ആലുവ മെട്രോ ബസ്. ഓക്കെ, ഈ ഫീഡർ ബസ്സാണ്. ഏത് സമയത്തും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആലുവയ്ക്കും ആലുവയിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഉണ്ട്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എനിക്ക് ഈ എയർപോർട്ടിനോട് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാണോ എന്നറിയില്ല. ഇതൊക്കെ നിരത്തി വെച്ചേക്കുന്ന കാണുമ്പോൾ എങ്ങനെയാണ് നീ കഴിക്കാണ്ട് പോവുക. അങ്ങനെ ഒരു പോപ്കോണും കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് സിയാളുടെ സ്റ്റാഫ് ക്യാൻറ്റീനിലെത്തി ഡിന്നർ കഴിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്കിപ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ. ഞാനിവിടെ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത്ര വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഡിന്നറൊക്കെ കഴിച്ചു. എൻ്റെ എയർപോർട്ട് സ്റ്റാൻഡ് ഏകദേശം കഴിയാറായി. ഞാനങ്ങനെ തിരിച്ച് പോവാണ്. ബാഗൊക്കെ എടുത്ത് എൻ്റെ ക്യാബ് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ ക്യാബിൽ കയറി. നമ്മൾ നൈറ്റിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും യൂണിഫോമിൽ. സോ ഞാൻ എയർപോർട്ടിന് പുറത്തിറങ്ങി. ഇതാണ് എന്ത് നല്ല വ്യൂ ആണല്ലേ നൈറ്റിൽ കാണുമ്പം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റിൽ എയർപോർട്ട് വ്യൂ കാണാനായിട്ട്. അങ്ങനെ എൻ്റെ ഒരു ദിവസം ഏകദേശം കഴിയാറായി. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് വല്ലതും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വയറ് ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ വാരി കൂട്ടി കഴിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ യൂണിഫോമിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഈ യൂണിഫോമിൽ ഫ്ലൈറ്റിന് പോകുന്നതിന് മുന്നേ ഈ മേക്കപ്പ് ചെയ്യുന്നതിനെക്കാട്ടി പാടാട്ടോ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഇതെല്ലാം അയച്ചു വെക്കുന്നത്. അങ്ങനെ അതെല്ലാം അയച്ചു വെച്ചാൽ മാത്രമേ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇന്ന് എനിക്ക് കുളിയൊന്നും നടക്കില്ല. പോകുന്നതിന് മുമ്പ് ഞാൻ കുളിച്ചിട്ടല്ലേ പോയെന്ന് എൻ്റെ മനസ്സിലൊരു അഹങ്കാരം ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് കുളിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടപ്പനെയും കത്തിച്ച് വെച്ച്. ഇതാണ് എൻ്റെ കുട്ടപ്പൻ. ഈ ലൈറ്റ് ഇല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞ് ഉറങ്ങാൻ പറ്റില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ലൈറ്റ്. പുറത്താണെങ്കിൽ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നല്ലോണം പെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ടും എൻ്റെ ബാൽക്കണി ഫുള്ള് എൻ്റെ തുണി ഞാൻ വിരിച്ചിട്ടേക്കാണ്. നാളെ ആകുമ്പോഴത്തേനും അതൊരു കോലമാവും. എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു. ബൈ ബൈ, ലവ് യു.